ഹലോ ഫ്രണ്ട്സ്, മൈ ക്രിയേഷൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെഡ്മിയുടെ നോട്ട് 8 എന്ന ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മൊബൈൽ അതുപോലെ ബൈക്ക് റിവ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് റെഡ്മിയുടെ നോട്ട് 8 എന്ന ഫോണിൻ്റെ ബോക്സാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഫോണിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും നിർബന്ധമായിട്ട് ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ വീഡിയോസും ഡീറ്റെയിൽസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഫോൺ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫേക്ക് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനൊരു മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ റെഡ്മിയുടെ നോട്ട് 8 എന്ന ഫോണിൻ്റെ ബോക്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. ഏകദേശം 4000 mAh ബാറ്ററി ഈ ഫോണിലുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത കളറ് കോസ്മിക് പർപ്പിളാണ്. അതിൻ്റെ 4GB 64GB വേരിയൻ്റ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതുപോലെ അതിൻ്റെ 6GB 128GB സ്റ്റോറേജുള്ള മറ്റൊരു വേരിയൻറ്റും കൂടി അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ കളറ് ഇത് കൂടാതെ പർപ്പിൾ കൂടാതെ ബ്ലൂ, അതേപോലെ ബ്ലാക്ക്, അതേപോലെ വൈറ്റ്, ഇങ്ങനെ 3 കളർ അഡീഷണൽ കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് വാങ്ങാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഈ കളറ്, അതിൻ്റെ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മെയിനായിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ മൊത്തത്തിലൊന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ നല്ലൊരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. അതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈറ്റ് സെയിൽ തന്നെയായിരുന്നു റെഡ്മിയുടെ നോട്ട് 8 ഫോൺ വാങ്ങുമ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത്. നോട്ട് 8 പ്രോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയ സമയത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ടൈറ്റ് സെയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം തന്നെ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളറിന് നല്ല ടൈറ്റ് തന്നെ ഉണ്ടായിരുന്നത്. അതേ ഒരു നല്ലൊരു ഹെവി റഷ് തന്നെയാണ് ഈ ഒരു ഫോണിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ റെഡ്മിയുടെ നോട്ട് 8 എന്ന ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയ ബോക്സ്, അതിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന തന്നെ മാനുവൽസും പിന്നെ ഒരു സോഫ്റ്റ് കേസും കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫോണിൽ അതിൻ്റെ കൂടെ തന്നെ സിം ഇജക്ടർ ടൂള് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. കുറച്ച് മുന്നേ ഒക്കെ ഉള്ളിലൊക്കെ ആയിരുന്നു സെറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സോഫ്റ്റ് കേസിൻ്റെ ഫ്രണ്ട് ബോക്സിൽ തന്നെ നമുക്ക് ഇവിടെ സിം ഇജക്ടർ ടൂള് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നുണ്ട് സിം ഇജക്ടർ ടൂള്. അപ്പോൾ ഇപ്പോൾ ഇത് ഇവിടെ തന്നെ വരുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ അതവിടെ നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് എടുത്ത് നോക്കാം. പിന്നെ അതുപോലെ മാനുവൽസും കാര്യങ്ങൾ, അതിൻ്റെ കൂടെ ഒരു സോഫ്റ്റ് കേസ്. മാനുവൽസും കാര്യങ്ങളൊന്നും അത്ര ബോധർ ചെയ്യേണ്ടതില്ല, അതിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ മെല്ലെ വായിച്ച് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ നോക്കി നോക്കാം. കവറിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ റെഡ്മി നോട്ട് 8 വന്ന ആ ഒരു ടൈപ്പ്, നോട്ട് 8 പ്രോയിന് വന്ന ആ ഒരു ടൈപ്പ് കവർ തന്നെയാണ്. അതെ, ആ ഒരു ടൈപ്പ് സെയിം കവർ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. അതേപോലെ ചാർജറിൻ്റെ, അതായത് ചാർജർ പിന്നിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളായ ഒരു റബ്ബർ ടൈപ്പ് കവർ തന്നെയാണ് വന്നിട്ടുള്ളത്. അത്ര ഹാർഡൊന്നുമല്ല, നല്ല ഫ്ലെക്സിബിൾ തന്നെയാണ് കവർ. അപ്പോൾ കവറിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ക്യാമറക്ക് റെഡ്മി നോട്ട് 8 പ്രോയിൽ ക്യാമറക്ക് അത്ര നല്ലൊരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ടൈപ്പ് കവറല്ല വന്നത്, ഒരു തിൻ കവറായിരുന്നു. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ക്യാമറയുടെ ആ ഒരു പോർഷൻ അത്യാവശ്യം നല്ല തിക്കായിട്ട് കാണാം. ഞാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് നല്ല തിക്കായിട്ടുള്ള രീതിയിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമെന്നറിയില്ല. ആ ഒരു തിക്നെസ്സിൽ കൂടുതൽ ക്യാമറ ലെൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫോണിലിട്ട് തന്നെ നമുക്ക് നോക്കാം. അത് ക്യാമറ പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾ അഡീഷണൽ ഒരു കവർ വാങ്ങി തന്നെ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്യാമറ പ്രൊട്ടക്റ്റീവ് ലെൻസും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇതിൽ കിട്ടുന്ന ഒരു കവറിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നോക്കാം. അത്യാവശ്യം എന്തായാലും നോട്ട് 8 പ്രോയിൽ വന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് കുറച്ചും കൂടി ഹാർഡായിട്ട്, അതായത് അവിടെ ഒരു തിക്നെസ് ഉള്ള മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് റെഡ്മിയുടെ നോട്ട് 8 കാണാൻ. അപ്പോൾ അതിൻ്റെ ഫോൺ ഇത് നമ്മൾ ചെയ്തത് നമ്മൾ പറഞ്ഞു കോസ്മിക് പർപ്പിൾ കളറാണ്. അപ്പോൾ ഫോൺ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് അതിന് മുന്നേ ബോക്സിലെ മറ്റ് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ വളരെ ഒരു നല്ലൊരു കാര്യമായിട്ടുള്ള കാര്യം ഈ ഫോണിൽ ചെയ്തിട്ടുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒന്ന് അഡീഷണൽ സ്റ്റോറേജിൻ്റെ കാര്യമാണ്, അതവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും അവരെ ചാർജർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതുപോലെ തന്നെ ആ ഫാസ്റ്റ് ചാർജിങ് കൂടെ ബോക്സിൻ്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റെഡ്മിയുടെ ഈ ഒരു സീരീസ്, ഇപ്പോൾ ഇറങ്ങിയ ഈ റെഡ്മി നോട്ട് 8 നോട്ട് 8 പ്രോ 2 സീരീസിൽ ആ ഫോണിൻ്റെ കൂടെ തന്നെ
18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വന്നിട്ടുണ്ട്, ബോക്സിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റിയൽമിയുടെ ഫോണായാലും ഒരുവിധമല്ലോ ഓപ്പോ വിവോ ആ ഫോണിൻ്റെ കൂടെയൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഫോണിൻ്റെ ബാറ്ററി ഏകദേശം 4000 mAh ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയും ബാറ്ററി ചാർജ് ചെയ്യാൻ നമുക്ക് ഏകദേശം ഫാസ്റ്റ് ചാർജ് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ചാർജറും കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു മേഖലയിൽ നല്ലൊരു മെച്ചപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പം റെഡ്മിയുടെ ഈ ഒരു ഫോണിൻ്റെ ചാർജർ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ കേബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കേബിൾ ഇപ്പോൾ 2 ടൈപ്പിൽ വരുന്നതുണ്ട്. അതായത് ചാർജറിൻ്റെ ആ ഒരു എൻഡിൽ കണക്ട് ചെയ്യുന്നതും USB ടൈപ്പ് C വരുന്ന ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ചാർജർ കണക്ട് ചെയ്യുന്നത്, അതായത് ഫോണിൽ കണക്ട് ചെയ്യുന്ന പിന്നും ടൈപ്പ് C വരുന്ന ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നോർമലായിട്ട് കണ്ടുവരുന്നത് ചാർജിങ് കേബിളാണ് USB ടൈപ്പ് Cൻ്റെ ആ ഒരു മെത്തേഡ് വന്നിട്ട്. കാരണം ഒരുവിധം നമ്മുടെ കമ്പ്യൂട്ടർ ആയാലും അതുപോലെ സാധനങ്ങൾക്കാണ് നമുക്ക് മെയിനായിട്ട് ഡാറ്റ കേബിൾ യൂസ്. അതിൻ്റെയൊക്കെ USB ടൈപ്പ് തന്നെയാണ് അതിൽ വരുന്ന പോർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫോൺ കേബിൾ മാത്രമായിട്ടാണ് ഇപ്പം USB ടൈപ്പ് C ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡാറ്റ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ സ്പീഡും കാര്യങ്ങളും ട്രാൻസ്ഫറിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ചാർജറിൻ്റെ കേസ് ഓക്കെയാണ്, ചാർജറിൻ്റെ സൈഡ് ഫുള്ളായിട്ട് ഓക്കെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്. ഈ ഫോണ് ഏകദേശം ഇതിൻ്റെ 4GB വേരിയൻറ്റിന് ഏകദേശം 10,000 രൂപയോടാണ് വില. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണ് അത്യാവശ്യം സ്പെസിഫിക്കേഷനോടുകൂടി ഇറക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത ഫോണുണ്ട്. ഇത് ഏകദേശം ഇതുമായിട്ട് കമ്പയർ ഏകദേശം റിയൽമിയുടെ 5S അല്ലെങ്കിൽ 5 Pro അങ്ങനെ 5 Pro അല്ല, റിയൽമി 5 അതുപോലുള്ള ഫോണുകൾ ഏകദേശം ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഫോണുകളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ ഇതിൽ ബാറ്ററി കുറച്ച് കുറവായിരുന്നു. കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ പിന്നെ ചെയ്തുതരാം. നിങ്ങളിപ്പോൾ ഒരു ഫിസിക്കൽ ലുക്ക് നോക്കി നോക്ക്. ബാക്കിൽ നിന്ന് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. റെഡ്മിയുടെ നോട്ട് 7 അതിപ്പോൾ 7S എന്നുള്ള രീതിയിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫിനിഷ്, നല്ലൊരു ഗ്ലാസ് ടൈപ്പ് അല്ല, അതൊരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കൊന്ന് കാണിച്ച സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. മെയിൻ ക്യാമറ വന്നത് 48 മെഗാ മെയിൻ ക്യാമറ. അതിൻ്റെ കൂടെ 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ, അതേപോലെ 2 മെഗാ മാക്രോ ലെൻസും 2 മെഗാ ഡെപ്ത് സെൻസറും ഡെപ്ത് ക്യാമറ, ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളതുകൊണ്ട് LED ഫ്ലാഷും. പിന്നെ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ഫിസിക്കൽ തന്നെ വന്നിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഒന്നും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിന് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് ഇല്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും നമുക്കങ്ങനെ പറയാനോ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനൊന്നും നമുക്കില്ല. അപ്പോൾ നല്ലൊരു ലുക്കിൽ ബാക്ക് പാനൽ നല്ലൊരു അടിപൊളി ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ടൈപ്പ് ഒരു ഡിസ്പ്ലേയിൽ ഒരു ഡിസൈന് കാണാനുണ്ട്. അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, താഴെ റെഡ്മിന്ന് എഴുതി എടുക്കുന്ന ആ ഒരു പോർഷന് 2 സൈഡിലൂടെ ഒരു പർപ്പിൾ കളറ്, അതായത് ആ ഒരു സ്പ്രേ പെയിൻറ്റ് പോലുള്ള ഒരു കളറ് ഇങ്ങനെ സ്പ്രെഡായിട്ട് കാണുന്നുണ്ട്. അത് നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ കണ്ടു. ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ 13 മെഗാ ക്യാമറയാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് അതിൻ്റെ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഫോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പവർ ബട്ടൺ താഴെയായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വോളിയം ബട്ടൺസ് 2 നമുക്ക് കാണുന്നുണ്ട്, കൂട്ടാനും കുറക്കാനുള്ള ബട്ടൺസ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ആ 2 കാര്യങ്ങളാണ് റൈറ്റ് സൈഡിലുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് സൈഡിലേക്ക് നോക്കി നോക്കാം. ടോപ്പിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന്, ഇതിനൊരു പ്രത്യേകത പറയാനുള്ളത് ഇതുവരെയില്ല, കുറച്ച് ഫോണുകളായിട്ട് കാണാത്ത എന്തെങ്കിലും IR ബ്ലാസ്റ്റർ അതിവിടെ കാണാനുണ്ട്. നമുക്ക് MI റിമോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതേപോലെ ഒരു മൈക്ക്, അതേപോലെ നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാര്യങ്ങളൊക്കെയാണ് ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. IR ബ്ലാസ്റ്റർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ നോട്ട് 8 പ്രോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മുന്നേ ഉള്ള ഒരു ടെക്നോളജി തന്നെയായിരുന്നു. അത് കുറച്ച് ഫോണിലായിട്ട് ഇപ്പോൾ അത് അങ്ങനെ കാണാനുണ്ടായിട്ടില്ല. ഇപ്പോൾ അതൊരു രീതിയിൽ വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതേപോലെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഫോൺ അവർ പോരായ്മയായിട്ട് ഉള്ളതിൽ നിന്ന് കുറച്ച് ഓവർകം ചെയ്ത് ഇറക്കിയ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിം സ്ലോട്ടും അതേപോലെ അതിൻ്റെ മെമ്മറി കാർഡ്. നമ്മളിപ്പോൾ ഇത്രയും കാലം ഹൈബ്രിഡ് എന്നുള്ള ഒരു ഇതിലായിരുന്നു കണ്ടത്. ഇതിൽ ട്രിപ്പിൾ സ്ലോട്ട് ഉണ്ട്, അതായത് 2 സിം ഒരു മെമ്മറി കാർഡ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സിംഗിൾ ട്രേ ആയിട്ടാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. നോട്ട് 8 പ്രോയിൽ 2 ട്രേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ സിംഗിൾ ട്രേ ആണ് വന്നിട്ടുള്ളത്. ഒരു ട്രേയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും 2 നാനോ സിം ആയിരിക്കണം, 2 നാനോ സിം, അതിൻ്റെ കൂടെ മൈക്രോ SD കാർഡും സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ സ്പീക്കറുണ്ട്, അതേപോലെ ചാർജിങ് പോയിൻ്റ്, അവിടെ ഒരു മൈക്ക് കാണാൻ നിങ്ങൾക്ക്, അതേപോലെ തന്നെ നമ്മളെ ഹെഡ്ഫോൺ ജാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് താഴെയുള്ളത്.
അപ്പോൾ ഫിസിക്കലും കാര്യങ്ങളും ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം എന്തൊക്കെയാണെന്നുള്ളത് എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ബാറ്ററീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ 6.3 ഇഞ്ചായിരുന്നു, ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, ഡോട്ട് നോച്ച് ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു TUV സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെയുള്ള ടേംസ് TUV എന്നുള്ള ടേം അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഫോണിൻ്റെ ഇതുപോലത്തെ ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. TUV വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് നമുക്കിപ്പോൾ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങൾ അതിൻ്റെ ഇപ്പം കണ്ണിന് കുഴപ്പമുണ്ടാവുമോ, ആ ഒരു റേഡിയേഷനുള്ള ഒരു ബ്രൈറ്റ്നസ് നമ്മളെ കണ്ണിന് ഉണ്ടാകുന്ന ആ ഒരു ലൈറ്റ് റേഡിയേഷൻ അതിനെ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്, അതൊക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ടോ, ആ ഒരു രീതിയിലുള്ള ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, അതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ട്രേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ട്രേ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ട്രേയിൽ വന്നിരിക്കുന്നത് 2 നാനോ സിമ്മ് പ്ലസ് ഒരു മൈക്രോ SD കാർഡ് എന്നുള്ള ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത്. അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള ഫോണിനൊക്കെ ഏകദേശം റെഡ്മിയുടെ ഇപ്പോൾ കുറേ സീരീസ് ആയിട്ടുള്ള ഫോണിന് ഹൈബ്രിഡ് തന്നെയാണ് മൊത്തത്തിൽ കാണുന്നത്. പക്ഷേ ഇതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ഫോണൊന്നും ഇപ്പോൾ ഏകദേശം നല്ല വൃത്തിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അഡ്വാൻസ്ഡ് സെറ്റപ്പായിട്ട് തന്നെ ഈ ഒരു ട്രേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ 4GB വേരിയൻറ്റ് 4GB 64 വാങ്ങിയവർക്കും ഒരു മെമ്മറിയിലുള്ള ഒരു പ്രശ്നം, അതായത് അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറിയിലുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കുഴപ്പമില്ല. നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോണിൻ്റെ പ്രൊസസ്സറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫോണിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ 665 ആണ്, ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 665 ആണ് അതിൻ്റെ പ്രൊസസ്സർ. അതേപോലെ GPU അത്യാവശ്യം കുഴപ്പമില്ലാത്ത 610 ആണ് GPU വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിലൊന്നും ആ ഒരു നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഗ്രാഫിക്സും സപ്പോർട്ടാവും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോണിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊന്നും കുഴപ്പമില്ല. ഇവർ റെഡ്മിയുടെ നോട്ട് 7 ആ ഒരു ഫോണിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ ആയിട്ടാണ് ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ വേരിയൻറ്റിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 660 അതിലത്തെ പ്രൊസസ്സർ. അതേപോലെ GPU വളരെ കുറവായിരുന്നു, 512 ആയിരുന്നു GPU. അപ്പോൾ അതിൽ നിന്ന് ഒരു അഡ്വാൻസ്ഡ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർ അത് ചെയ്തിട്ടുണ്ട് പ്രൊസസ്സറും കാര്യങ്ങളും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു നമുക്കൊന്ന് ബാക്ക് കവറൊന്ന് അതിൽ ഇട്ട് നോക്കാം, എന്നിട്ട് എങ്ങനെ സൂട്ടും കാര്യങ്ങളൊന്നും നോക്കി നോക്കാം. അപ്പോഴേക്ക് ഫോണൊന്ന് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഒന്ന് കവറൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. കവർ ഞാൻ പറഞ്ഞു ക്യാമറ പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ക്യാമറേൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് അങ്ങനെ ഞാൻ ഇപ്പോൾ കവർ നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്, കവറിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, അതേപോലെ ആ ഒരു തിക്നെസ് വന്ന ഇതും ക്യാമറയുടെ ആ ഒരു റൈറ്റ് സൈഡിലെ പോർഷനും സെയിം ലെയറിൽ, അതായത് ഒറ്റ ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ക്യാമറ നമുക്കിപ്പം ഫോണ് ഇപ്പോൾ താഴെ വെക്കുന്ന രീതിയിലാകുമ്പോൾ എന്തായാലും ക്യാമറയ്ക്ക് സ്ക്രാച്ച് വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഗൊറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്കൊരു ക്യാമറ ലെൻസ് കൂടി, കാരണം ഇത്രയും 4 ക്യാമറ സെറ്റപ്പൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ലെൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ കവർ മതി. അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നല്ലൊരു കവർ തന്നെ വാങ്ങാം. നല്ല ക്യാമറ ബമ്പർ കേസ് വാങ്ങാനുണ്ട്, അങ്ങനത്തെ കേസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ക്യാമറേൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പോൾ കവർ കുഴപ്പമൊന്നുമില്ല, കവർ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡിസൈൻ, ആ ഒരു എസ് കർവ് നല്ല രീതിയിൽ തന്നെ കാണാനുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ഫോണിപ്പോൾ ഏകദേശം ഫുള്ള് ബൂട്ടായിട്ടുണ്ട്. ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു. അത്യാവശ്യം ഒരുവിധം എല്ലാ സെൻസറും കാര്യങ്ങളും ഇതിലുണ്ട്. പ്രോക്സിമിറ്റി സെൻസർ ആയാലും പിന്നെ നമ്മളെ നാവിഗേഷൻ സെൻസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും ഈ കോമ്പസ് എല്ലാ പരിപാടികളും ഏകദേശം ഇതിലുണ്ട്. ഇല്ല സെൻസറും കാര്യങ്ങളിലൊന്നും കോംപ്രമൈസൊന്നും കാര്യങ്ങളില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കൺട്രോളും സെറ്റപ്പ് ആവുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ ബ്രൈറ്റ്നസ്സും മോഡും എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിലൊന്നും ആ സെൻസറിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ നോട്ട് 8 പ്രോയിൽ വന്ന അതേ ഒരു ടൈപ്പ് ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. അതായത് ഡസ്റ്റ് ഓവർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൻ്റെ സ്പീക്കർ, അതായത് ലൗഡ് സ്പീക്കർ, അത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ ലെവലിന് മുകളിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ 4 കോർണറിൽ അത്യാവശ്യം സ്പ്ലാഷ് പ്രൂഫിനുള്ള അത്യാവശ്യം കോട്ടിങ് റബ്ബർ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ചെറിയ ഡ്രോപ്പും കാര്യങ്ങളൊന്നും കോർണർ വീണാൽ അത്ര ഒരു സ്ക്രീൻ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. PTI കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വെള്ളം സ്പ്രേ ചെയ്യുന്ന പോലെ വെള്ളം വീണ് കഴിഞ്ഞാലും ഫോണിന് ഡാമേജും കാര്യങ്ങളും ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം.
ഫോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 4GB 64GB ആയിരുന്നു നമ്മൾ വാങ്ങിയത്. അതിൻ്റെ കോസ്മിക് പർപ്പിൾ കളറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫോണ് MIUI 10 ആണിപ്പോൾ. അത് 11 അപ്ഡേറ്റ് ഏകദേശം ഡിസംബർ ഈ മാസം ലാസ്റ്റോടു കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൽ നിങ്ങൾക്കിപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്കിപ്പം 64 പറഞ്ഞതിൽ 49.1 ഏകദേശം 50 GB വരെ അവൈലബിൾ. ബാക്കി ഏകദേശം ആപ്പ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് കുറച്ച് ഫിക്സ് ആവുമെന്ന് വിചാരിക്കാം. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലെവലാണ്. നമ്മളിപ്പോൾ റിയൽമിയുടെ അന്ന് നോക്കിയ സമയത്ത് ഏകദേശം 50 മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സ്റ്റെബിലൈസ് ആവുമായിരിക്കും അടുത്ത അപ്ഡേറ്റിൽ. അപ്പോൾ ആൻഡ്രോയിഡ് പൈ തന്നെയാണ്. അപ്പോൾ OSും കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആണ്. MIUI 11 അവരെ ഒരു ബേസ് റോമും കൂടി ഒന്ന് ലെവലായാൽ മതി. MIUI 11 അപ്ഡേറ്റ് വന്നാൽ മതി. അത് അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഫോണിൻ്റെ ഒരു പെർഫോമൻസ് ബേസ്ഡ് കാര്യങ്ങൾ ഏകദേശം പ്രോസസ്സറിൻ്റെ കാര്യമായാലും അവർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടൈപ്പ് ഫോൺ തന്നെയാണിത്. ഫോണിൻ്റെ ഏകദേശം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോണിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പിൻ ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല ക്ലിയറിൽ ഇമേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് എടുത്താൽ മതി. എല്ലാ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഫോൺ എടുത്താൽ മതി. ഫോൺ എടുത്തതിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരാനുള്ള സാധ്യതയില്ല. നമുക്കൊന്ന് ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിൻ്റ് നല്ല സ്പീഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബാക്ക് തിരിച്ച് കാണിക്കുക. അത്യാവശ്യം ആ ഒരു ഇപ്പോൾ 665 പ്രോസസ്സർ അത്യാവശ്യം ഇപ്പം റെഡ്മിയുടെ നോട്ട് 7നെക്കാട്ടി അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ ആ ഒരു വിധത്തിലുണ്ട്. അത്യാവശ്യം അതിലും നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അത് 2 ക്യാമറ സെറ്റപ്പ് ആയിരുന്നു, ഇത് 4 ക്യാമറ സെറ്റപ്പിലായിരുന്നു. അപ്പോൾ ആ ഒരു സ്പീഡ് ഇതിൽ കാണാനുണ്ട്. ആ ഒരു പ്രോസസ്സറിൻ്റെ ചേഞ്ച് ഇതിൽ കാണാനുണ്ട്. കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സ്പീഡായിട്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ കേസിലായാലും ഇപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ എടുക്കുക. ഇൻ ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോണുകൾ അവൈലബിൾ നോക്കാം. അപ്പോൾ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യത്തിലായാലും ഫോണിൻ്റെ അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രീൻ ഡിസ്പ്ലേൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം നല്ല രീതിയിലുണ്ട്. നല്ലൊരു ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു എസ് കർവ് എന്നുള്ളൊരു ഇത് കാണാൻ പറ്റും. ഈ ഒരു കവർ ഇട്ടെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും പോകുന്നില്ല. ആ ഡിസൈൻ അതുപോലെ നിൽക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ആ ഒരു എസ് കർവ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നല്ല രീതിയിൽ. അത് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ എന്നുള്ള രീതിയിലും ഇൻറ്റേർണൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഫോണിനുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇതാ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ കൊടുക്കുക, നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിന് കമൻ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ, ഫോൺ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒരു അനുഭവം കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഉപയോഗപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ബാറ്ററീൻ്റെ കാര്യത്തിൽ എവിടെയായാലും നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതിൽ കൂടിയ ഫോൺ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫേക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിന് നല്ല ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള സൈറ്റിൽ തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരു ചെറിയ ബ്രേക്ക്. പിന്നെ ഓക്കെ, അപ്പോൾ താങ്ക് യു.